ജനിച്ചേരം മുതൽ ഞാൻ ചെയ്യുന്നുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട്. അന്നും ഇങ്ങനെ ഇന്നും ഇങ്ങനെ. ഞാൻ പറഞ്ഞ 15 വയസ്സിലെ വോട്ട് ചെയ്യാൻ മുന്നിൽ ആ വോട്ട് ഇന്നും ചെയ്യുന്നുണ്ട്. ആര് ജയിച്ചാലും വന്നാലും ആര് പോയാലും. സാധാരണ വിജയിക്കണം. ഈ പറയുന്ന തോറ്റിട്ടില്ലേ? നമ്മ തന്നെ ഇതിനൊന്നൊരു മാറ്റവും വരില്ല. അതാരും വിചാരിക്കണ്ട. ഇവർ തോറ്റു കഴിയുമ്പോൾ കൊണ്ടൊന്നും കഴിയില്ല. നമ്മ തന്നെ വലിയ ദേവേന്ദ്രന്മാർ ഇതൊന്നും ആരും വിചാരിക്കണ്ട. ഒരുത്തനും വിചാരിക്കണ്ട. നമ്മൾ ചെറുപ്പത്തിലേന്ന് പറഞ്ഞാൽ കിഞ്ഞതാ നീം ഇതിൻ്റെ മേലെ. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എനിക്കതേ ഇല്ലൂ. വേറെ ഒരു പേരുമില്ല. അതേ പറയൂ ആരോടും. കോൺഗ്രസ്സോ മറ്റേ BJP അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നമ്മളെ ഭാഗേയില്ല. എനിക്ക് മാത്രമായിട്ടല്ല, പ്രത്യേകിച്ച് ഞാനും വീട്ടിലും അങ്ങനെ ആരോടും അങ്ങനെ ഒന്നും പറയില്ല പാർട്ടീനെ പറ്റിയിട്ട്. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോകും. എവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോവും. പോകാണ്ടിരിക്കില്ല. എവിടെ ഉണ്ടെങ്കിലും പോവും. ഒരു ഏടി ഒഴിവാക്കില്ല. ഇപ്പോൾ എവിടെയും പോകാൻ കഴിയില്ല, നടക്കാൻ കഴിയാനിട്ട്. ഏടെ ഒരു പാർട്ടി പ്രവർത്തനം ഉണ്ടെങ്കിൽ ആടെ ഞാൻ എത്തും. എൻ്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ട്, ഒളിപ്പീട് നാട്ടിലില്ല. ഞങ്ങൾ രണ്ടാളും എത്തും. പിന്നെ യോഗം ഉണ്ടെങ്കിൽ ആടെ എത്തും. കണ്ണൂർ ഒരു പ്രാവശ്യം വലിയ ഇതുണ്ടായിന്. അവിടെ പോകാനൊരു നിവർത്തിയില്ല. ഞാൻ പണിക്ക് പോയി അപ്പുറത്തെ കർമ്മലാന്ന് കല്ല് വെക്കാനാണ് പോയിന് വീട്ടിന്. അത് വെച്ചിട്ട് 5 മണിക്കാരന് കയറിയിട്ട് വന്നിട്ട് കഴിയുമ്പോഴേക്ക് ആരുമില്ല. എല്ലാവരും പോയിന്. ആരുമില്ല നാട്ടിൽ. എല്ലാവരും പോന്നാളേ ഇല്ലു. എല്ലാവരും പോയിന്. ഇവള് മാത്രം എൻ്റെ പുറമുണ്ട്, എൻ്റെ ചങ്ങായി. ഓളോട് ഞാൻ നമുക്ക് പോയിക്കോളാം, എവിടെ എത്തുന്നിടക്ക് എത്താം നമുക്ക് എന്നും പറഞ്ഞ് ഞാൻ കിഞ്ഞെടുക്ക് പയങ്ങാടി കരവിൻ്റെ അടുക്ക് എത്തുമ്പോഴേക്ക് ഒന്നുമില്ല, ഒന്നുമില്ല. അവിടുന്ന് അവസാനം ആടെങ്കിൽ എന്താ നമ്മൾ ഈ നിവർത്തിനെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് ഒരു പാർട്ടിക്കാരൻ വരുന്നുണ്ട്. അവനോട് അമ്മ പറഞ്ഞു ഞങ്ങൾ അപ്പുറത്തെ കരക്കാക്കണം. അന്ന് കടക്കലാന്ന്. ഇപ്പമല്ലേ പാലം വന്നിനെ. അന്ന് തോണിയിൽ കടന്നിട്ടാണ് പോകുന്നത് അപ്പുറത്തേക്ക്, താവത്തങ്ങോട്ട്. ഇപ്പുറത്ത് പഴയങ്ങാടിയിൽ നിന്ന് തോണി കയറി അപ്പുറം കിടക്കണം. അങ്ങനെയാണ് പോലും. അങ്ങനെ തോണി വന്ന് അതിൽ കയറ്റി അപ്പുറം എത്തുമ്പോഴത്തേക്ക് എന്തോ ദൈവാദിനം കണ്ട് ഒരു ലോറി വന്നു. ഒരു ലോറി ദൈവാദിനം. നമുക്ക് നമ്മ കയ്യിൽ പോയി കയറാം. അവരോട് പറയാം നമ്മൾ ഇന്ന ദിക്കിൽ കണ്ണൂർ കൊണ്ടാക്കണം. നമ്മൾ രണ്ടാളേ ഇല്ലു. നമ്മളെ ആളെല്ലാം പോയി കഴിഞ്ഞു. ഞങ്ങൾ പണിക്ക് പോയിട്ട് വരും. 5 മണി പണി വിട്ടിട്ട് വരുന്ന വരവാണ്. വേറെ ഒരു നിവർത്തിയില്ല നമുക്ക്. അങ്ങനെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞവർ. ആണെന്ന് ആ ലോറിയിൽ കയറിയിട്ട് ഞങ്ങൾ കണ്ണൂരെത്തുമ്പോഴത്തേക്ക് എന്തെന്ന് ഒന്നും പറയണ്ട. നമ്മളെ ആളെ പച്ചയാടിയുണ്ട്. വയക്കാറ് പെണ്ണുങ്ങൾ എല്ലാം ഉണ്ട് തന്നെ മതി. കണ്ണൂരെത്തിക്കുമ്പോഴേക്ക് നമ്മൾ അവിടെ എത്തിയപാട് നമ്മളറിയുന്ന വയലക്കാരൻ പറഞ്ഞു ഇന്ന പോലെ ഏഴോക്കാറ് വന്നിട്ടുണ്ട്, നിങ്ങൾ ഉടനെ ഇന്ന ദിക്കിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. അവരങ്ങോട്ട് വേറെ ആരുമില്ല, അവർ 2 സ്ത്രീകൾ മാത്രമാണെന്ന് പറഞ്ഞു. അത് നമുക്കറിയുന്നിടത്തും തന്നെയാണ്, ഈ നാട്ടിലില്ലാനാണ്. ഒരു പൂണ്ട്. പിന്നെ ആടുന്ന് അങ്ങ് പറഞ്ഞെടുക്കുക. ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അവിടെ മീറ്റിങ്ങെല്ലാം തുടങ്ങി. സ്റ്റേജിൽ മേൽ ആളിന്നിങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ കീഞ്ഞ് എണീറ്റ് പോയെടുക്കുക. അവർ വന്നിട്ട് ഞങ്ങളെ കൂട്ടിയിട്ട് ഒരു സ്ഥലം. അപ്പോൾ അന്ന് ദേവൂട്ടി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമെന്നല്ല ദേവൂട്ടീനെ. ഓളുണ്ടായിരുന്നു. ഓൾക്ക് നമുക്ക് നല്ലോണം അറിയാം. ഓൾക്കും അറിയാം. ഓളെല്ലാ സ്ഥലത്തും വരുന്നോളാണ്. ദേവൂട്ടി ഉണ്ടായിരുന്നു. ഓളൊരു വീട്ടിൽ നിൽക്കുന്നുണ്ട്. ഓളൊക്കെ കൊണ്ടാക്കി നമ്മളെ രണ്ടാളെയും കൂട്ടിയിട്ട് ഓളോടൊക്കെ രാത്രി പല്ലുന്നവരെ ഓളോടൊക്കെ നിന്നു. എങ്ങനെ സ്റ്റേജിലൊന്നും പോണ്ടാ, നിങ്ങൾ ഇവളടുത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു പാലിയാക്കാൻ. ദേവൂട്ടി എടുക്കാൻ നിന്നു നമ്മൾ. നേരം പൊല്ലെ പിന്നെ പൊരലെ എണീറ്റിട്ട് ലോറി വരുമ്പോൾ അതിലിങ്ങോട്ട് വന്നു, ഇവിടത്തേക്ക് നാട്ടിലേക്ക് വന്നു. പിന്നൊന്നും കഥയില്ല. അങ്ങനെ വന്നപാട് കിടന്നുറങ്ങി. അങ്ങനെയാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ്. ഇരിക്കുന്നതിനേറെ എല്ലാവരും കണ്ടിട്ടുണ്ട്. കുപ്പായ ഇടാൻ തുടങ്ങിയവരെ ചോപ്പ് ഇടലില്ല. വേറെ കുപ്പായത്തിൻ്റെ അമ്മയില്ല. അതേ ഇടലില്ല, അതേ മണിക്കൂവും ചെയ്യില്ല. ആരെങ്കിലും തരുന്നുണ്ടെങ്കിലും ചുവന്ന കുപ്പായ തുണിയെ തരുമില്ല എനിക്ക്.